ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ താലിച്ചേൻ മേടിച്ചു തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. ആ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമൻറ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി, പിന്നെ അവൻ 4 ഡസൻ മാല കൊണ്ടു തരില്ലേ നിനക്ക്? ഇവൻ വെറൊരു ഡ്രൈവർ അല്ലേ? ഈ സംസാരത്തിനൊന്നും ഒരു കുറവുമില്ല, കാലിക്കൂടെ ഒച്ച ഉണ്ടാക്കുന്നത് പോലെ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അത് കുടത്തിന്റെ ശബ്ദമല്ല, നിങ്ങൾ സംസാരിച്ച ശബ്ദമാണെന്ന് സച്ചി. അത് നിർത്തിയാൽ മതി, ശബ്ദം താനേ നിന്നോളും. സച്ചിയേട്ടന്റെ ജോലിയെ കുറച്ച് കാണിക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞേക്ക് എനിക്ക് സച്ചിയേട്ടൻ മേടിച്ചത് അങ്ങനെ വിചാരിച്ചിരുന്നോളാൻ വേണ്ടി പറ. അവൻ കാർ ഓടിച്ച് അധ്വാനിച്ച് പണം സമ്പാദിച്ച് മേടിക്കുമ്പോഴേക്കും ഇവരുടെ 60ാം കല്യാണ വാർഷികമാകും. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, സച്ചിയും നിന്റെ മകൻ തന്നെയാണ് ചന്ദ്രേ. നാട്ടിലെ ഏതോ ഒരു മക്കളെ കുറിച്ച് പറയുന്നത് പോലെ നീ അങ്ങോട്ടും കൂടി തട്ടി സംസാരിക്കുന്നത് എന്തിനാണ്? അച്ഛൻ അതൊക്കെ വിട്ടേക്ക്. ഇതെന്താ, എനിക്ക് പുതിയതായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ, ജനിച്ച അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ തന്നെയല്ലേ ഇത്. എപ്പോഴാ എന്നെ കുറിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുമ്പോൾ നല്ല പെരുമയോട് കൂടി തന്നെ സംസാരിക്കാം. ഒരു ദിവസം നീ എത്ര കുടിക്കും എന്നുള്ള കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഇവനെ കുറിച്ച് നല്ല പെരുമയായിട്ട് പറയാം. വേറെ എന്താ ഉള്ളത് സംസാരിക്കാൻ? അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ അവർ അധ്വാനിച്ചിട്ട് ജീവിക്കുന്നുണ്ട്, അത് വലിയ പെരുമുള്ള കാര്യം തന്നെയാണ്. വേണമെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് താലി മേടിച്ചിട്ട് ഇട്ടോ, അല്ലാണ്ട് ഇവനെ വിശ്വസിച്ചിട്ട് നീ നടക്കുവാണെന്നുണ്ടെങ്കിൽ നീ ആയുസ് മുഴുവൻ മഞ്ഞക്കയർ തന്നെ കെട്ടേണ്ടി വരും. എനിക്ക് എൻ്റെ ഭർത്താവിന് മേലെ വിശ്വാസമുണ്ട് എന്നും അവരെനിക്ക് മേടിച്ചു തരും, അവരെ കൊണ്ടത് പറ്റും. സച്ചിയേട്ടൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, സച്ചിയേട്ടൻ നടത്തി കാണിക്കും. അങ്ങനെ രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ രവി ചന്ദ്രന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ കേട്ടോ അവള് പറഞ്ഞത്? നിനക്ക് നിന്റെ മോന്റെ മേലില്ലാത്ത വിശ്വാസം അവൾ അവളുടെ ഭർത്താവിന്റെ മേൽ വെച്ചിട്ടുണ്ട്. സച്ചി ചെയ്യും, ആ വിശ്വാസം എനിക്കും ഉണ്ട്. സച്ചി കേട്ടല്ലോ, അവക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ നീ ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ ശരി അച്ഛ ചെയ്യാം. തുടർന്ന് സച്ചി വെക്കുന്നുണ്ട്, ഫുഡ് റെഡിയാണോ എന്നുള്ള കാര്യം. വരൂ സച്ചിയേട്ട എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, പിന്നെ നീ ഒരു പൂക്കട വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവളിനി ഉണ്ടാക്കി തിന്ന് കഴിച്ചിട്ട് പോകുമ്പോഴേക്കും ഒരു നേരാവും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇടിയപ്പവും ചട്നിയും എല്ലാ കാര്യവും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സച്ചിയേട്ടൻ വാ കഴിക്കാം, അച്ഛനും വാ കഴിക്കാം. ഓ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? സൂപ്പർ സൂപ്പർ, നീ എടുത്തു വെക്ക്, അച്ഛൻ വാ കഴിക്കാം. ചന്ദ്രേ, അവളുടെ കടമയൊക്കെ അവൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നീല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കഴിക്കാൻ വരുന്നില്ലേ? ഭക്ഷണത്തിനോട് വാശി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുള്ള് പട്ടിണിയായിരിക്കും. പിന്നെ അടുക്കളയിൽ പോയിട്ട് പാത്രമൊക്കെ ഒന്ന് പൊന്തിച്ചു വെക്കുന്നത് നല്ലതാണ്, എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ നീ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കൽപ്പിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ നിനക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ ചന്ദ്രേ? ഇടിയപ്പം കാസറോളിൽ ചൂടായിട്ടാണുള്ളത്. വാ. ഇവൾക്ക് ഇടിയപ്പം തന്നെ വരുള്ളൂ, അല്ലാതെ സ്വർണം വരും എന്നുള്ള കാര്യമൊന്നും അവള് കിനാവ് കാണണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞേക്ക്, അത് കുറച്ച് കഷ്ടമായിരിക്കും. വാ വാ കഴിക്കാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ആദ്യം പോവാണേ. തുടർന്ന് നമ്മുടെ കാർ ഷെഡിന്റെ അവിടെ ഇവരെ കുറിയുടെ കണക്കിന്റെ കാര്യങ്ങളെക്കുറിച്ചും പലിശനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആന്റണിയുടെ അടുത്ത് നിന്നാണ് പണം മേടിച്ചത്, അവൻ മാസം മാസം തോറും പലിശ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും മര്യാദയ്ക്ക് പലിശ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ വന്നിട്ട് കാർ വരെ എടുത്തുകൊണ്ട് പോകുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഹേഷിന് പണം ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സച്ചി വയ്ക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടി ഇവിടെ ഒരു ഡിസ്കഷൻ എന്നുള്ള കാര്യം. അപ്പോഴേക്കും ഇന്നാണ് ചിട്ടി എടുക്കുന്ന ദിവസം എന്നുള്ള കാര്യം പറയണേ. ഓ ആണല്ലേ, ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ആലോചിക്കുന്നത്. എൻ്റെ ഭർത്താവ് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ എനിക്ക് സ്വർണം മേടിച്ചു തരാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആർക്കെങ്കിലും വേണമെങ്കിലും എടുത്തോ എന്നുള്ള കാര്യമാണ് കേട്ടോ സച്ചി പറയുന്നത്. തനിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ പോലും ഓരോരുത്തർ അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മഹേഷ്, എന്താണ് നിനക്ക് പണത്തിന് ആവശ്യമുണ്ടോ? നീ വേണമെങ്കിൽ എടുത്തോ. അല്ല, നിങ്ങൾക്കൊക്കെ കഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, നിന്നെക്കുറിച്ച് എനിക്കറിയില്ല, നിന്റെ കഷ്ടപ്പാട് നീ എന്തെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും നാള് നീ ചിട്ടിയെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാറ് പോലുമില്ല. ഇപ്പം നീ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിനക്ക് ആവശ്യം ഉണ്ടാകും. ആരെങ്കിലും എടുത്തോ എന്നുള്ള കാര്യമല്ല നീ ചോദിക്കുന്നത്, ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നിനക്ക് ഇപ്പൊ പണം വേണമെന്ന്. അതല്ലടാ രേവതി, സ്വർണ്ണമൊന്നും ഇടാണ്ടാണ് നടക്കുന്നത്, വെറും മഞ്ഞ കയറോട് കൂടിയിട്ട്. അതുകൊണ്ട് അവൾക്ക് ചെറിയൊരു താലിയെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നുള്ള കാര്യം പറയണേ. അതെ, അത് ശരിയാണ്. നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാനും ശ്രദ്ധിച്ചിരുന്നു, അവൾക്ക് സ്വർണം മേടിച്ചു കൊടുക്കും, നീ അത് എടുത്തിട്ട് എന്നുള്ള കാര്യം പറയുകയാണെ. നിനക്ക് ഡ്യൂ കിട്ടാനുണ്ടാവില്ലേ, നീ എടുത്തോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മഹേഷിൻ്റെ അടുത്ത് പറയും. എനിക്ക് ടൈമുണ്ട്, ഞാൻ പിന്നെ ഡ്യൂ കെട്ടിക്കൊള്ളാം, നീ എടുത്തോ. ഇപ്പോൾ ഇതാ സച്ചി എടുക്കാൻ വേണ്ടി പോവാണ്, വേറെ ആരും എടുക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, എടാ അങ്ങനെ പറയല്ലേ, അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമെന്ന് പറയണേ. എന്താവശ്യമാണെന്നുണ്ടെങ്കിലും അത് പിന്നെ ആവട്ടെ, ഇത്തവണ സച്ചി എടുക്കട്ടെ എന്നുള്ള കാര്യം മഹേഷ് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരുടെ അടുത്തും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് താങ്ക്സ് ഒക്കെ പറയുന്നത്? നീ ആദ്യം പോയിട്ട് സിസ്റ്റർക്ക് സ്വർണം മേടിച്ചു കൊടുക്ക്, അവൾക്ക് ഒരുപാട് സന്തോഷമാവും.
ആടാ, എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ അവളാണ് വിശ്വസിക്കുന്നത്. എന്നെ വിശ്വസിച്ചിട്ട് അവൾ ശബദമൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ അമ്മയുടെ കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നൊക്കെ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ലല്ലോ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട്. നീയല്ലേ സച്ചി ആദ്യമായിട്ട് വായ തുറന്നിട്ട് ഇങ്ങനൊരു കാര്യം ചോദിച്ചത്? നിനക്കിപ്പോൾ ആവശ്യമുള്ളത് കൊണ്ടല്ലേ ചോദിച്ചത്? നിനക്ക് എപ്പോഴാണോ ആവശ്യമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ തരാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബാക്കിയുള്ളവരും പറയുകയാണേ. അങ്ങനെ 40,000 രൂപ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ആർക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ എടുത്തോളാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്ന സമയത്ത് അതൊക്കെ നമുക്ക് നോക്കാം, നീ വേഗം ചെല്ലാൻ നോക്കടാ എന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ സുധിയാണ് കേട്ടോ. സുധി റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണർ ചീത്ത വിളിക്കും എന്നുള്ള കാര്യം 2-3 സ്ഥലത്തേക്ക് ഞാൻ റെസ്യൂമെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസ്പോണ്ട് എന്തെങ്കിലും വന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കിയതാണെന്ന് സുധി പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് ജോലി നോക്കുന്നു. നിങ്ങൾ ബോർഡിന്ന് 2-3 നല്ല കമ്പനീസിലേക്ക് ഞാൻ അയച്ചതെന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ എവിടെയും കിട്ടാത്തതുകൊണ്ടല്ലേ ഇവിടെ വന്നത്. ഇവിടുത്തെ ജോലിയെങ്കിലും മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടി പറയാൻ കേട്ടോ അദ്ദേഹം. പിന്നെ ഇത് വലിയ ഗവൺമെൻറ് ജോലിയല്ലേ, നല്ലപോലെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ നന്നായിട്ട് പഠിച്ചാലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേട്ടൻ ഞാൻ 4 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്, ചേട്ടൻ വെറും 10ാം ക്ലാസ് ഫെയിൽ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം മോനെ, 2 പേരും ഒരേ ജോലി തന്നെയല്ലേ ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ എൻ്റെ വിധിയായിപ്പോയി ഇത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സുധി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഓണർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ 2 പേരും കൂടി അവിടെ ചെയ്യുന്നത്? കസ്റ്റമർ വന്ന് കണ്ടില്ലെന്ന് പറയുമ്പോഴേക്കും വേഗം ഓടി പോവാണേ. അങ്ങനെ സുധി ഒരു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമറുടെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ. ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദോശ, റവദോശ, അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ നിർത്ത്, ഇവിടെ എന്താ നല്ലതെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അത് പറയാൻ വേണ്ടി പറയുമ്പോൾ സർ ഇവിടെ റവ കിച്ചടി നന്നായിരിക്കും, അത് എടുത്തോളാൻ വേണ്ടി പറയാണ് കേട്ടോ. അങ്ങനെ ഓർഡർ എടുത്തിട്ട് നേരെ പോയിട്ട് കിച്ചണിൽ പറയുന്ന സമയത്ത് അത് തീർന്നു പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ? അയ്യോ അവർ ഓർഡർ തന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർഡർ എടുക്കുന്നതിന് മുമ്പ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുകയാണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ടൊന്ന് സംസാരിക്കുക പറയണേ, ഇതിന് മാത്രം നീ എന്നെ അയക്കുകയെന്ന് പറഞ്ഞിട്ട് അയാൾ പോയിട്ട് കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുകയാണേ. അങ്ങനെ സുധി അവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പോയിട്ട് കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് റവ കിച്ചടി ഇല്ല എന്നുള്ള കാര്യം പറയണേ. ഉണ്ടെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് സർ, ഇനി അത് 4 മണിക്ക് ശേഷം മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ഓർഡർ എടുത്തത്? എന്നെക്കുറിച്ച് അവൻ എന്താ വിചാരിച്ചത്? അവൻ ഇങ്ങോട്ട് വിളിക്കുന്നു പറയണേ. അപ്പോഴേക്ക് സുധിയും ചെല്ലുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് ആ ഐറ്റം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അതെ സാർ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് സുധി പറയുമ്പോൾ അത് നീ എങ്ങനെ അങ്ങ് തനിയെ വിചാരിക്കുക ഉണ്ടെന്ന്? നിന്റെ ജോലി പോലും നിനക്ക് ശരിയായിട്ട് നോക്കാൻ അറിയില്ലടാ. സാറെ കുറിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ ഇനി നിനക്ക് മര്യാദയും കൂടി തരണോ ഞാന്? നീ എന്താ വലിയ ഓഫീസറാണോ? സപ്ലൈയർ ജോലിയല്ലേ ചെയ്യുന്നത്? സാർ ഞാൻ സപ്ലൈയർ അല്ല വെയിറ്റർ ആണെന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണടാ. നിന്നെ കൊണ്ട് ഇതുപോലും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും ഓണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ആ കസ്റ്റമർ ചോദിക്കുന്നുണ്ട്, ഒന്നുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഇവൻ എന്ത് മോശമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അറിയോ? സാർ അവർ പുതിയതായിട്ട് ജോലിക്ക് വന്നതാണ്, സുധി നീ പോയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടാണേ. സാറിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് കിച്ചടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണേ. ഇവനൊക്കെ എന്തിനാണ് ജോലിക്ക് എടുത്തിരിക്കുന്നത്? ഈ ജോലി പോലും അവന് നന്നായിട്ട് ചെയ്യാൻ അറിയില്ലേ? അവനാണെങ്കിൽ അവന്റെ അഹങ്കാരം കണ്ടില്ലേ സംസാരിക്കുന്നതിൻ്റെ എന്നൊക്കെ പറയുകയാണെ. അതൊക്കെ സുധി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഓണർ ഒരു വിധത്തിൽ സാറ് സമാധാനമായിട്ടിരിക്കും, 5 മിനിറ്റിനുള്ളിൽ കിച്ചടി റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ചീത്തവിളിയൊക്കെ കേട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി വിളിക്കുന്നത് കേട്ടോ. എന്താ ശ്രുതി വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുധി എന്താ ബിസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ഞാനിപ്പോൾ ഒരു ഫയൽ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രാവിലെ നീ ഭക്ഷണം കഴിക്കാണ്ട് പോയത് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ 10 മണിക്ക് എത്തണമായിരുന്നു, അതുകൊണ്ടാന്ന് പറയുകയാണെ. ആദ്യം സുധി പോയിട്ട് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ജോലി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. നിന്റെ ഓഫീസിൻ്റെ അടുത്ത് സുധി ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുകയാണെ. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ട് കഴിച്ചോ. ശരി ശ്രുതി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണേ. തുടർന്ന് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. സച്ചി നേരത്തെ വരുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ സച്ചി ഇന്ന് നേരത്തെ വന്നത്? ട്രിപ്പൊന്നും ഇല്ലേ? ട്രിപ്പൊക്കെ കഴിഞ്ഞ വെച്ചാൽ ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേഗം വന്നത്. എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞാലേ ശരിയാകുള്ളൂ. ആദ്യം അച്ഛൻ അമ്മയെ വിളിക്കേ. അങ്ങനെ ചന്ദ്രയെ വിളിക്കാൻ കേട്ടോ. എന്താ രവിയേട്ട എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്തോ നിന്റെ അടുത്ത് അവനെന്തോ സംസാരിക്കാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയണേ. എന്താ വന്നതും തുടങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ആരംഭിച്ചിട്ടൊന്നുമില്ല, ഇനിയാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം സഭ കൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു വരുത്തുവാണ്. അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ടേ. അച്ഛ അന്ന് രേവതി എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ശബ്ദം വെച്ച് എന്റെ ഭർത്താവ് എനിക്ക് സ്വർണം മേടിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട്, അതെ അന്ന് വലിയ വീരവാദമൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ ശബ്ദം പിൻവലിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാവരും വിളിച്ചതെന്നുള്ള കാര്യം ചന്ദ്രമതി കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുകയാണേ. നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം അറിയാലോ എന്ന് പറയുമ്പോ കണ്ടില്ലേ അച്ഛ, അമ്മ എനിക്ക് എന്തോരം വിശ്വാസം തന്നിട്ടാ പറയുന്നതെന്നുള്ള കാര്യം, അവളെ വിട്ടേക്ക്, നീ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് രവി പറയുമ്പോൾ അച്ഛ ഇനി ഡയലോഗൊന്നുമില്ല, ഓൺലി ആക്ഷൻ. അങ്ങനെ അത്
നമ്മുടെ രവിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കണ്ടിട്ട് സ്വർണത്തിൻ്റെ പെട്ടി പോലെ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ രേവതിക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പൈസ എന്ന് മേടിച്ചു കൊടുത്ത സ്വർണ്ണ താലിയാണെന്ന് പറഞ്ഞിട്ട് രവിയെ കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് വാ പൊളിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്രമതി. ഇത് കാണുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് സച്ചിയേട്ടാ. രേവതി ചേച്ചിയെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് വർഷയുടെ അമ്മ വന്ന് സംസാരിച്ചിട്ട് പോയതിന്റെ പേരിൽ പ്രശ്നമായിട്ട് ചേച്ചി സ്വർണ്ണമൊക്കെ ഊരി കൊടുത്തായിരുന്നല്ലോ. എന്തായാലും സച്ചിയേട്ട ഇപ്പൊ മേടിച്ചിട്ട് വന്നല്ലോ, ഒരുപാട് സന്തോഷം. ഇത് കേൾക്കുമ്പോൾ രവിയും പറയുന്നുണ്ട്, അതേ സച്ചി, എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമമായിരുന്നു അത്. എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടി മഞ്ഞച്ചരട് കെട്ടിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു. എന്തായാലും നീ താലി മേടിച്ചുകൊണ്ട് വന്നല്ലോ, ഒരുപാട് സന്തോഷം. ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിച്ച് രേവതി അവിടെ നിൽക്കുന്ന സമയത്ത്, രേവതി നീ എന്താ അവിടെ നിൽക്കുന്നത്, വാ എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് വിളിച്ച് വരുത്തുവാണ് കേട്ടോ നമ്മുടെ സച്ചി. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവറെ കൊണ്ടൊന്നും വാങ്ങാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പൊ വാങ്ങി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അങ്ങനെ അത് മേടിച്ചിട്ട് നോക്കിയിട്ട് നമ്മുടെ രണ്ട് കണ്ണിന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൊഴുന്ന പോലെ ആ താലി ആക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മയെ ഞാൻ പറഞ്ഞില്ലേ സച്ചിയേട്ടൻ എനിക്ക് മേടിച്ചു തരും എന്നുള്ള കാര്യം, ഇതാ നോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുവാണ്. ഒരമ്മയുടെ ശബ്ദം മകൻ നിറവേറ്റു എന്നുള്ള കാര്യം ഞാൻ കഥയിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ സച്ചിയേട്ടന്റെ ഭാര്യ ചെയ്ത ശബ്ദം നിറവേറ്റി കാണിച്ചു. പിന്നെ വലിയ മങ്കമ്മ ശബ്ദം എന്നുള്ള കാര്യം ചന്ദ്രമതി പറയും. രവി ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? എന്തോ 5 പവന്റെ താലി മേടിച്ച പോലെയാണല്ലോ ഇവര് സീൻ ഉണ്ടാക്കുന്നത്. വെറും താലി മാത്രമല്ലേ മേടിച്ചിട്ട് വന്നത്, ഇതൊരു അരപ്പവൻ കാണുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഞാൻ വെയിറ്റ് തൂക്കുന്ന ആ മെഷീനായിട്ട് വരാം, ഇട്ട് നോക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചി ചോദിക്കുന്നുണ്ട്. അവള് വേണമെങ്കിൽ അതും ചെയ്ത് നോക്കൂടാ ചന്ദ്രേ. രേവതി പറഞ്ഞ ശബ്ദം അവൻ നിറവേറ്റി കാണിച്ചു. ഇത് വെറും ആരംഭമാണ്. രേവതി ഇട്ടുകൊണ്ടിരുന്നിരിക്കുന്ന അത്രയും സ്വർണം അവൻ മേടിച്ചു കൊടുക്കും. അപ്പോഴേക്ക് അച്ഛ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. അച്ഛൻ ഇനി പുതിയ ശബ്ദമൊന്നും ഇടരുത്, അച്ഛൻ ഇനി പുതിയ ശബ്ദമൊന്നും വെക്കില്ലേ, ആദ്യം ഈ ലിസ്റ്റ് കഴിയട്ടെ. തുടർന്ന് രേവതിയുടെ അടുത്ത് ഇഷ്ടമായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയാണ് രേവതി. എന്നാൽ കഴുത്തിലിട്ടോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പൊ വേണ്ട സച്ചിയേട്ടാ. ഇത് കേൾക്കുമ്പോൾ വർഷം വയ്ക്കുന്നുണ്ട്, രേവതി ചേച്ചി മേടിച്ചില്ലേ, ഇനി എന്താ ഇടാത്തത്? ആക്ച്വലി നിങ്ങൾ ശബ്ദമൊക്കെ എന്തിനാ ഇട്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ആന്റിയുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ രേവതി ചേച്ചിക്ക് തിരിച്ചു കൊടുക്ക്. എന്തിനാ വട്ടിപ്പലിശക്കാരെ പോലെ രേവതി ചേച്ചിയുടെ സ്വർണ്ണമൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അയ്യോ ഞാൻ മേടിച്ചിട്ടൊന്നുമില്ലല്ലോ, അവളല്ലേ തന്നെന്നൊക്കെ ഒരുമാതിരി ഇളിഞ്ഞ പോലെ സംസാരിക്കുകയാണ് ചന്ദ്ര. ഇല്ല വർഷേ, ഇപ്പൊ എനിക്കിത് മേടിച്ചു തന്നതുപോലെ എല്ലാം സച്ചിയേട്ടൻ മേടിച്ചു തരും. തുടർന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട്, അല്ല രേവതി താലി മേടിച്ചില്ലേ, ഇനി അത് ഇടേണ്ടതല്ലേ? ഇല്ല ശ്രുതി, അത് ഇടേണ്ട ഇടം ഇതല്ല, നാളും സമയമൊക്കെ നോക്കിയിട്ടേ ഇനി ഇടുള്ളൂ എന്നുള്ള കാര്യം ചന്ദ്രമതി കളിയാക്കുന്ന രീതി ചോദിക്കുന്നുണ്ട്. തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി ഞാൻ മേടിച്ചിട്ട് വന്നിട്ടും നീ എന്താ ഇടാത്തത്? ഞാൻ ഇടാം സച്ചിയേട്ടാ, പക്ഷെ അതിന് ഞാൻ വേറൊരു ഐഡിയ വെച്ചിട്ടുണ്ട്. എന്താ ഐഡിയ എന്നുള്ള കാര്യം ചോദിക്കണേ. എന്നിട്ട് രേവതി റൂമിലേക്ക് പോകുന്ന സമയത്ത് അയ്യോ രേവതി എന്നിട്ട് പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ശബ്ദം ചെയ്യാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, എന്തോ സ്വർണ്ണക്കട ആരംഭിച്ചതുപോലെയാണല്ലോ ഇവരുടെ പെർഫോമൻസ്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചിക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തതാണ്, അതിനെ സന്തോഷിക്കാതെ. ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ രവി പറയുന്നുണ്ട് കേട്ടോ, അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ, അമ്മയ്ക്കൊത്ത മോൻ തന്നെയാണ്, അവരെ രണ്ടുപേരെയും മാറ്റാൻ പറ്റില്ല. ഇപ്പോഴാണ് നീ ജോലിക്ക് പോകാൻ തുടങ്ങിയത്, ഉത്തരവാദിത്വമൊക്കെ എങ്ങനെയാന്നുള്ള കാര്യം നീ അവനെ കണ്ട് പഠിക്കുമെന്ന് പറയാണ്. സച്ചിനെ കണ്ടിട്ട് പഠിക്കാൻ നമ്മുടെ സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്. പോയിട്ട് അവരവരുടെ പണി നോക്കാൻ പറഞ്ഞിട്ട് എല്ലാത്തിനും അവിടെ ഓടിച്ചു വിട്ടാണ് കേട്ടോ രവി. ഇത് ശരിക്കും ചന്ദ്രമതിക്ക് നല്ലൊരു ഐഡിയ കിട്ടിയതുപോലെയാണ് കേട്ടോ ഉള്ളത്.